കളർഫുൾ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ ദോശയുടെ ബാറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദോശയുടെ ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഒരു പിസ്സ ദോശയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ദോശയുടെ ബാറ്റർ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കുറച്ച് സ്പിനാച്ച്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെയാണ്. അപ്പം നമുക്കിത് ഓരോന്നും അരച്ച് നമ്മുടെ ദോശയുടെ ബാറ്ററിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ആദ്യം നമുക്ക് ഈ സ്പിനാച്ച് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ, ഈ സ്പിനാച്ചും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോന്നും ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കാം. അപ്പം നമുക്ക് ഈ സ്പിനാച്ചിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും നമുക്ക് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ദോശയുടെ ബാറ്ററിൽ നിന്നും ഓരോ കളറിലേക്കും നമുക്ക് ആവശ്യമുള്ള അത്രയും ബാറ്റർ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാം. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ദോശ ബാറ്ററിൽ നിന്നും 2 തവിയാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 2 തവി മാവ് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്പിനാച്ചിന്റെ ജ്യൂസിലേക്ക് 2 തവി ദോശമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ച് ദോശ ഉണ്ടാക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. ഇതിന് ചുറ്റും അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിതിന് ഒന്ന് തിരിച്ചിടാം. ഇപ്പം നമ്മുടെ ഗ്രീൻ കളർ ദോശ, സ്പിനാച്ച് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും അല്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളറുള്ള ദോശ ഉണ്ടാക്കാം. ക്യാരറ്റ് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് അല്പം മാവ് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് പാത്രത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഓറഞ്ച് കളർ ദോശയും റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് യെല്ലോ കളറുള്ള ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് 2 തവി മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ നേരത്തെ ദോശമാവിൽ ചേർത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ദോശയ്ക്ക് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമ്മൾ പംകിൻ ഇത്തിരി ഇതിലേക്ക് അരച്ച് ചേർത്താലും മതി മഞ്ഞ കളറുള്ള ദോശ ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ യെല്ലോ കളർ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 4 കളറുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധാരണ നോർമൽ ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ 5 കളറുള്ള ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.